പി തങ്കച്ചന്റെ വിടവാങ്ങലോടെ കേരളത്തിലെ കോൺഗ്രസിന് നഷ്ടമാകുന്നത് തറവാട്ടിലെ കാരണവരെയാണ്. എം.എൽ.എ, മന്ത്രി, സ്പീക്കർ എന്നീ നിലകളിലെല്ലാം തിളങ്ങിയ വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. കോൺഗ്രസിന്റെ മണ്ഡലം വൈസ് പ്രസിഡന്റ് മുതൽ KPCC പ്രസിഡന്റ് വരെയുള്ള പദവികൾ വഹിച്ചിട്ടുണ്ട് പി തങ്കച്ചൻ. ഈ പ്രവർത്തന പാരമ്പര്യം തന്നെയാണ് രാഷ്ട്രീയ വഴികളിലെ ഏത് പ്രതിസന്ധിയും മറികടന്ന് മുന്നേറാൻ അദ്ദേഹത്തിന് കരുത്തായത്. ഫാദർ പൗലോസ് പൈനാടത്തിന്റെയും അന്നമ്മയുടെയും മകനായി 1939 ജൂലൈ 29 ജനനം. വൈദികന്റെ മകനായി അങ്കമാലിയിൽ ജനിച്ച് അഭിഭാഷക വൃത്തിയുടെ വഴികളിലൂടെ പെരുമ്പാവൂരിലെത്തി കേരള രാഷ്ട്രീയത്തിലെ അതികായനായി വളർന്നതാണ് ആ നേതൃചരിത്രം. നിയമബിരുദം നേടി അഭിഭാഷകനായി ജോലി ചെയ്യുന്നതിനിടെ 1968 പെരുമ്പാവൂർ നഗരസഭയിലേക്ക് മത്സരിച്ച് ചെയർമാനായി. അന്ന് 29 വയസ്സു മാത്രം പ്രായമുണ്ടായിരുന്ന തങ്കച്ചൻ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർമാൻ എന്ന പേരും കുറിച്ചു. 1982 പെരുമ്പാവൂരിൽ നിന്ന് നിയമസഭയിലേക്കുള്ള കന്നി അംഗത്തിനിറങ്ങിയത്. CPM-ലെ PR ശിവനെ 6252 വോട്ടുകൾക്ക് തോൽപ്പിച്ചു. 1987 പെരുമ്പാവൂർ നിലനിർത്തി. 1991 ഹാട്രിക് നേട്ടം, 96 4ാം ജയവും നേടി. 4 തവണ തുടർച്ചയായി വിജയിച്ചെങ്കിലും പി തങ്കച്ചന് 2001 സ്വന്തം തട്ടകത്തിൽ കാലിടറി LDF-ലെ സാജു പോളിനോട് പരാജയപ്പെട്ടു. 2006 കുന്നത്തുനാട്ടിൽ ഒരു തവണ കൂടി മത്സരിച്ചെങ്കിലും വിജയിക്കാനായില്ല. നീണ്ട 13 വർഷമാണ് UDF-നെ പി തങ്കച്ചൻ എന്ന കൺവീനർ നയിച്ചത്. 2005 AK ആന്റണിക്ക് പകരം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായപ്പോഴാണ് അദ്ദേഹം വഹിച്ചിരുന്ന UDF കൺവീനർ പദവി തങ്കച്ചൻ ഏറ്റെടുത്തത്. പിന്നീട് ഇങ്ങോട്ട് കേരള രാഷ്ട്രീയത്തിലെ സംഭവബഹുലമായ കാലഘട്ടത്തിൽ കേന്ദ്ര കഥാപാത്രമായി പി തങ്കച്ചനുമുണ്ടായിരുന്നു. ഒട്ടേറെ ട്രേഡ് യൂണിയനുകളുടെ പ്രസിഡന്റായും പ്രവർത്തിച്ചു. കേരള മാർക്കറ്റ് ഫെഡിന്റെ ചെയർമാനുമായിരുന്നു. ന്യൂസ് ഡെസ്ക് TCV.